അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 തജ്വീദുൽ ഖുർആൻ ഓഫിർലി എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിന്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നത്തെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ഓപ്ഷൻസ് 18, 17, 10. ശരിയുത്തരം 18. 2. തൻവീനിനെ ഇദ്ഗാമും ബിലാഗുന്ന ചെയ്ത ഉദാഹരണം. ഓപ്ഷൻസ് അദാബൻ അലീമ, അക്ലൽ ലമ്മ, ഹബ്ബൻ വനബാത. ശരിയുത്തരം അക്ലൽ ലമ്മ. നമുക്കറിയാം, തൻവീനിന് ശേഷം ലാമോ അല്ലെങ്കിൽ റാഓ വന്നാൽ അവിടെ ഇദ്ഗാമും ബിലാഗുന്നയാണ് വിധി. 3. നാവിൻ്റെ മുരടും മേൽ അണ്ണാക്കും. ഓപ്ഷൻസ് റാ, ഹാ, ഖാഫ്. ശരിയുത്തരം ഖാഫ്. 4. നാവിൻ്റെ അരികും മേലെ അണപ്പല്ലുകളും. ഓപ്ഷൻസ് വാദ്, ഷീന്, നൂന്. ശരിയുത്തരം വാദ്. 4. നാവിൻ്റെ അരികും മേലെ അണപ്പല്ലുകളും. ഓപ്ഷൻസ് വാദ്, ഷീന്, നൂന്. ശരിയുത്തരം വാദ്. 5. മദ്ദുല്ലാസിമിന് ഉദാഹരണം. ഓപ്ഷൻസ് അല്ലാഹ, അതുഹാജൂനി, ലാ അഅ്ബുദു. ശരിയുത്തരം രണ്ടാമത്തെ ഓപ്ഷൻ. 6. നാവിൻ്റെ മധ്യവും അണ്ണാക്കും. ഓപ്ഷൻസ് ഫാ, ജീം, വാവ്. ശരിയുത്തരം ജീം. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. അതിൽ 7 ഖുസ്സലറത്തിൻ ഖിൽ, ഖാ, സ്വാദ്, ലാദ്, റൈന്, ത്വാ, ഖാഫ്, ലാ. 8 ഖുത്ബുജ്ജദ്, ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. 9 അജ്ദ് ഖത്തിം ബക്കത്ത്, അലിഫ്, ജീം, ദാൽ, ഖാഫ്, ത്വാ, ബാ, കാഫ്, താ. 10 ലിൻ ഉമറ, ലാമ്, നൂന്, റൈന്, മീം, റാ. 11 ഫഹസ്സുഹു ശഖ്സുൻ സഖത, ഫാ, ഹാ, സാ, ഹാ, ഷീന്, ഖാ, സ്വാദ്, സീന്, കാഫ്, താ. ഇപ്പുറത്ത് നോക്കൂ. എ ഷിദ്ദ, ബി ഹംസ്, സി തവസ്സുത്ത്, ഡി ഇസ്തിഅലാ, ഈ കൽക്കലത്ത്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. 7 ഖുസ്സലറത്തിൻ ഖിൽ. ഇതിന് ശരിയായ ഓപ്ഷൻ ഡി ഇസ്തിഅലാ. 8 ഖുത്ബുജ്ജദ്. ശരിയുത്തരം ഇ കൽക്കലത്ത്. 9 അജ്ദ് ഖത്തിം ബക്കത്ത്. അതിന് ശരിയായ ഓപ്ഷൻ എ ഷിദ്ദ. 10 ലിൻ ഉമറ. അതിന് ശരിയായ ഓപ്ഷൻ സി തവസ്സുത്ത്. 11 ഫഹസ്സുഹു ശഖ്സുൻ സഖത. അതിന് ശരിയായ ഓപ്ഷൻ ബി ഹംസ്, DEA CB. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12 ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മുരട് താഴ്ത്തുന്നത് കൊണ്ട് ഡാഷ് ഉണ്ടാകുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തർക്കീക്ക്. ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മുരട് താഴ്ത്തുന്നത് കൊണ്ട് തർക്കീക്ക് ഉണ്ടാകുന്നു. 13 ഇസ്തിലായിന്റെ ഹർഫുകൾ ഒഴികെയുള്ള ഡാഷ് എണ്ണം ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 22. ഇസ്തിലായിന്റെ ഹർഫുകൾ ഒഴികെയുള്ള 22 എണ്ണം ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. 14 ഇർജിഇ എന്നതിലെ റായിനെ ഡാഷ് ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തഫ്ഖീം. 15 ഗുന്നത്തിന്റെ സന്ദർഭത്തിൽ മീമിന്റെയും നൂനിന്റെയും മഖ്റജ് ഡാഷ് ആണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തരിമൂക്ക്. ഗുന്നത്തിന്റെ സന്ദർഭത്തിൽ മീമിന്റെയും നൂനിന്റെയും മഖ്റജ് തരിമൂക്കാണ്. 16 കാറ്റോട് കൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഡാഷ് എണ്ണമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 10.
കാറ്റോട് കൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ 10 17 റായിന് സുക്കൂനും മുമ്പുള്ള ഹർഫ് ഫത്ഹോ ലൊമ്മോ ആവുകയും ചെയ്താൽ റായിനെ ഡാഷ് ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തഫ്ഖീം. റായിന് സുക്കൂനും മുമ്പുള്ള ഹർഫ് ഫത്ഹോ ലൊമ്മോ ആവുകയും ചെയ്താൽ റായിനെ തഫ്ഖീം ചെയ്യണം. അടുത്ത പ്രവർത്തനം, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18 ഖുറൈഷിൻ എന്നതിലെ മദ് ഏതാണ്? ഉത്തരം മദ്ദുല്ലീൻ. 19 മുഴക്കത്തോടെ ഉച്ചരിക്കേണ്ട ഹർഫുകളുടെ സിഫത്ത്. ഉത്തരം ഖൽഖലത്ത്. 20 റായിനെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട സന്ദർഭങ്ങൾ എത്ര? ഉത്തരം 5. 21 ഉച്ചരിക്കുമ്പോൾ ശബ്ദം നീളാൻ പാടില്ലാത്ത ഹർഫുകൾ എത്ര? ഉത്തരം 8. അവ ശുദ്ധയുടെ അക്ഷരങ്ങളാണ്. 22 മദ്ദുൽ ലാസിമുൽ ഹർഫിയിന് ഉദാഹരണം. ഓപ്ഷൻസ് യാസീൻ. 23 മിൻ ബഅദിഹിം, ഇതിൽ ശുദ്ധത്തിന്റെ അക്ഷരങ്ങൾ ഏത്? ഉത്തരം ബാ, ദാൽ. അടുത്ത പ്രവർത്തനം, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24 സാക്കിനായ നൂനിനെയും തൻവീനിനെയും ഇഖ്ലാബ് ചെയ്യേണ്ടത് എപ്പോൾ? ഉത്തരം സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ അവയെ ഇഖ്ലാബ് ചെയ്യണം. 25 ഖൂ അൻഫുസക്കും എന്നതിൽ മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടാൻ കാരണമെന്ത്? ഉത്തരം മദ്ദക്ഷരത്തിനു ശേഷം അടുത്ത കലിമത്തിന്റെ ആദ്യാക്ഷരമായി ഹംസ വന്നതിനാൽ മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നു. 26 അക്ഷരങ്ങൾ പുറപ്പെടുന്ന പ്രധാന ഭാഗങ്ങൾ ഏവ? ഉത്തരം തൊണ്ട, നാവ്, ചുണ്ടുകൾ, തെരിമൂക്ക്, വായുടെ ഉൾഭാഗം എന്നിവയാണവ. ലാമുൽ ജലാലയെ തഫ്ഖീം ചെയ്യേണ്ടതെപ്പോൾ? ഉത്തരം അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിനു മുമ്പ് ഫത്ഹോ ലൊമ്മോ ആയാൽ ലാമുൽ ജലാലയെ തഫ്ഖീം ചെയ്യണം. 28 ലാമിന്റെ മഖ്റജ് ഏത്? ഉത്തരം നാവിന്റെ തലയുടെ അരികും മേലെ മുൻപല്ലിന്റെ ഊനുമാണ് ലാമിന്റെ മഖ്റജ്. 29 എല്ലാ സമയത്തും തഫ്ഖീം ചെയ്യേണ്ട ഹർഫുകൾ ഏവ? ഉത്തരം ഇസ്തീലായിന്റെ അക്ഷരങ്ങളായ ഖുസ്സലത്തിൻ ഖിൽ എന്നീ 7 അക്ഷരങ്ങൾ എല്ലാ സമയത്തും തഫ്ഖീം ചെയ്യണം. 30 ജഹ്റിന്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്ത്? ഉത്തരം ജഹ്റിന്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറപ്പെടരുത്. 31 ലബിൽ മിർസാദ് എന്നതിൽ റായിനെ തഫ്ഖീം ചെയ്തതിന് കാരണമെന്ത്? ഉത്തരം ലബിൽ മിർസാദ് എന്നതിൽ സുക്കൂനുള്ള റായിന് മുമ്പ് കസ്റാവുകയും ശേഷമുള്ളത് ഇസ്തീലായിന്റെ അക്ഷരമാവുകയും ചെയ്തതിനാൽ. അടുത്ത പ്രവർത്തനം, 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32 വിശുദ്ധ ഖുർആൻ പാരായണം. ഖുർആൻ പാരായണവും പഠനവും വളരെ മഹത്വമുള്ള സൽക്കർമ്മമാണ്. അല്ലാഹു തആലയുടെ വിശുദ്ധ കലാമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും ശേഷം സച്ചരിതരായ സ്വഹാബത്ത്, താബിയുകൾ, ഇമാമുകൾ തുടങ്ങി ഗുരുപരമ്പരയിലൂടെ നമുക്കും ലഭിച്ചു. കൂട്ടിച്ചേർക്കലുകൾക്കോ മാറ്റിത്തിരുത്തലുകൾക്കോ വിധേയമാവാതെ ആശയ സമ്പൂർണതയോടെ അന്ത്യനാൾ വരെ ഖുർആൻ നിലനിൽക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ ഇലാഹി വചനങ്ങളായതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും മറ്റെന്തിൽ നിന്നും വ്യത്യസ്തമാണ്. പാരായണം, എഴുത്ത്, വ്യാഖ്യാനം എല്ലാം സവിശേഷവും പ്രത്യേകതകൾ നിറഞ്ഞതുമാണ്. അവ പാലിക്കാതെയുള്ള പാരായണവും എഴുത്തും പഠനവും കുറ്റകരമാണ്. സത്യവിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണവും പഠനവും അനിവാര്യമായതിനാൽ അവയുടെ പ്രത്യേകത നിയമങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. 33 തഫ്ഖീമുർ റാ. 1 റായിന്റെ ഹർക്കത്ത് ഫത്ഹോ ലൊമ്മോ ആവുക. ഉദാഹരണം റഫഅ റുസുലുൻ. 2 സുക്കൂനുള്ള റായിന് മുമ്പ് ഫത്ഹോ ലൊമ്മോ ആവുക. ഉദാഹരണം ഫുർഖാൻ, മർസദ്. 3 സാക്കിനായ റായിന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂൻ ആവുകയും അതിന്റെ മുമ്പുള്ളതിന് ഫത്ഹോ ലൊമ്മോ ആവുകയും ചെയ്യുക. ഉദാഹരണം ഷഹർ, ഫജർ, ഖുസർ, യുസർ. 4 സുക്കൂനുള്ള റായിന് മുമ്പുള്ള കസർ ആരിലോ മുൻഫസിലോ ആവുക. ഉദാഹരണം ഇർജിഇ, അല്ലദി ഇർതള. 5 സാക്കിനായ റായിന് മുമ്പ് കസർ ആവുകയും
ശേഷം ഇസ്തീലായിൻ്റെ ഹർഫ് ഉണ്ടാവുകയും ചെയ്യുക. ഉദാഹരണം മിർസാദ്, ഖിർത്താസ്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.